ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോവാണ് അല്ലേ. ഒരുപാട് പേര് നല്ല പ്രതീക്ഷയോടുകൂടി പഠിക്കുന്ന ഒരു എക്സാം ആണ് സെക്രട്ടറി അസിസ്റ്റന്റ്. അപ്പൊ ഇതിൽ എങ്ങനെ നമുക്ക് ആദ്യ റാങ്കിൽ എത്താം, അതിനെന്തായിരിക്കും നമ്മുടെ പഠന സ്ട്രാറ്റജി, ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടോപ്പർ സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാ എക്സാമിനും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മളിവിടെ ഫോളോ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ എക്സാമിന് മാത്രമായിട്ടും കുറച്ച് പോയിന്റ്സ് അല്ലെങ്കിൽ കുറച്ച് സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് സിലബസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നു, അനലൈസ് ചെയ്യുക സിലബസ്. അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം 2 ടയറിൽ നടക്കുന്ന എക്സാം ആണ്. ആദ്യത്തെ ടയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ പ്രിലിംസ് ആണ്. രണ്ടാമത് മെയിൻസ്. ഇപ്പോൾ LSGIയുടെ അതേ പാറ്റേൺ തന്നെ ആയിരിക്കാം നമുക്ക് സെക്രട്ടറി അസിസ്റ്റന്റിന് ഫോളോ ചെയ്യുന്നത്. അതായത് മെയിൻസിന് 2 പേപ്പർ. ആദ്യത്തെ പേപ്പറിൽ നമ്മുടെ പ്രിലിംസിന്റെ ആ സിലബസ് തന്നെ അത്യാവശ്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ച് വരുത്തിക്കൊണ്ടുള്ള ഒരു സിലബസ്. രണ്ടാമത്തെ പേപ്പർ ജോബ് ഓറിയന്റഡ്. ഈ ഒരു പാറ്റേണിലാകാം നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം മുന്നോട്ട് പോകുന്നത്. സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പ്രിലിമിനറി എക്സാം ആണ് ആദ്യം നടക്കുന്നത് അല്ലെ. അപ്പോൾ പ്രിലിമിനറി എക്സാമിനെ മാത്രമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ മെയിൻസിനെയും കൂടി ഫോക്കസ് ചെയ്യണം. കാരണം മെയിൻ സിലബസിലെ 50% ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിമിനറി എക്സാമിലുണ്ട്. സോ ആ ടോപ്പിക് പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ നല്ല ഡെപ്തിൽ തന്നെ പഠിച്ചു പോകണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പഠന സ്ട്രാറ്റജിയിൽ ഈ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 50 മാർക്ക് എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്. കാരണം ഈ 50 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന മാർക്കാണ്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഇംഗ്ലീഷിന് 20 മാർക്ക്, മലയാളത്തിന് 10 മാർക്ക്, മാത്സിന് 20 മാർക്ക്. ഈ 50 മാർക്ക് പഠിച്ചേ പറ്റുള്ളൂ. അത് വിട്ട് നിങ്ങൾ കളിക്കരുത്. അത് പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഡെയിലി നിങ്ങളുടെ പഠനത്തിൽ ആ ഭാഗം ഇൻക്ലൂഡ് ചെയ്യുക. അതാണ് നമ്മളവിടെ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കൃത്യമായിട്ട് ഈ 3 വിഷയങ്ങൾ ഡെയിലി നിങ്ങളുടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. സോ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതാണ്, ഇംഗ്ലീഷും മലയാളവും മാത്സും കൃത്യമായിട്ട് പഠിക്കുക. മെയിൻസിനെ ലക്ഷ്യം വെച്ച് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പകുതി പണി അവിടെ തീരുകയും ചെയ്യും. പ്രിലിംസിന് കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. 50 മാർക്ക് കഴിഞ്ഞ് ബാക്കിയുള്ള GK 50 മാർക്ക്. ഇതിനും കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി നമുക്ക് വേണം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക. വീണ്ടും അനലൈസ് ചെയ്യുക എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ ഇന്നത്തെ PSC എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സ്റ്റേജ് ഒക്കെ മാറി. പണ്ടായിരുന്നു അങ്ങനെ ഒരു സിസ്റ്റം, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ചോദ്യ പാറ്റേൺ മാറി, എക്സാം പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട്. സോ PYQനെ പക്ഷെ അനലൈസ് ചെയ്യണം, കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മളത് അനലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ, അതായത് 2024 അല്ലേ, 2024 പുറകോട്ട് ഒരു 15 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അതിൽ 10 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു തന്നെ പോകണം എന്ന് തന്നെ ഞങ്ങൾ പറയും. അപ്പൊ അതുപോലെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ സബ്ജക്റ്റും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കും അതത് എക്സ്പേർട്ട് ടീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ക്ലാസ്സസ് ആയിട്ട് തന്നെ എടുത്ത് കയറ്റിയിരിക്കുന്നത്. സോ അനലൈസ് ചെയ്യുക, നമ്മുടെ PYQനെ നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏത് ഭാഗമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇംഗ്ലീഷ് 20 മാർക്കിനാണ് ചോദിക്കുന്നത്. സോ ഒരു ടോപ്പിക്ക് നമുക്ക് അവിടെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ. തീർച്ചയായിട്ടും എല്ലാ ടോപ്പിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. വൊക്കാബുലറി വരുമ്പോൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഭാഗമാണ് നമ്മുടെ ഇഡിയംസ്, ഫോറിൻ വേർഡ്സ്, അല്ലെങ്കിൽ സിനോണിംസ്, ആന്റണിംസ്. ഈ സിനോണിംസ്, ആന്റണിംസ് തന്നെ പഠിക്കുന്നത് എങ്ങനെ പഠിക്കണം? തീർച്ചയായിട്ടും SCERTനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ സിനോണിംസ്, ആന്റണിംസ് പഠിച്ച് പോകേണ്ടത്. സോ പോയിന്റ് നമ്പർ 2 ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്, PYQനെ അനലൈസ് ചെയ്യുക. ഓക്കെ. ഇനി മൂന്നാമത്, എന്തെല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഫോളോ ചെയ്യണം? ഈ സ്റ്റഡി മെറ്റീരിയൽസിലാണ് എല്ലാം ഇരിക്കുന്നത് അല്ലെ. സ്റ്റഡി മെറ്റീരിയൽസ് എന്തെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം, എന്തായിരിക്കണം വേണ്ടത്? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും SCERT പാഠപുസ്തകങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിയേ പറ്റുള്ളൂ. SCERT പാഠപുസ്തകങ്ങളിൽ വെറുതെ വായിച്ചു പോവാ, ബോക്സിലുള്ളതൊന്നും പഠിക്കണ്ട, ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. അല്ല, ആ ബോക്സിലുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ പഠനേതരമായിട്ടുള്ള കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് അത് നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. സോ എന്തായാലും നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ്, റിസോഴ്സ്, സ്റ്റഡി റിസോഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് SCERT ആണ്. ഇനി SCERT മാത്രം മതിയോ? പോരാ. ഇതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. പ്രിലിംസും മെയിൻസും നടക്കുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാം ആണ്. അവിടെ നമ്മൾ NCERT പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം.
അപ്പൊ NCERT ഏതെല്ലാം പാഠപുസ്തകങ്ങൾ പ്രാധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ SCERT ഏതെല്ലാം പാഠപുസ്തകങ്ങൾ പ്രാധാന്യം കൊടുക്കണം എന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് സിലബസ് എടുക്കുക. സിലബസിലെ ഓരോ ഭാഗങ്ങൾക്ക് അനുസൃതമായിട്ട് ഏതെല്ലാം ഭാഗങ്ങളാണ് SCERT യിൽ പോകുന്നത്, അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അതിനൊരു ഒരു ഒരു പ്രിന്റ് ഔട്ട് വെച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു ടോപ്പിക് അതിന് SCERT, NCERT ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഞങ്ങൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു എന്താ പറയുക ഡിവൈഡ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ സ്റ്റഡി മെറ്റീരിയൽസിൽ SCERT വേണം, NCERT വേണം. റാങ്ക് ഫയൽ വേണോ എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്. ആധികാരികമായിട്ട് ഒരിക്കലും നമുക്ക് ആ റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അപ്ഡേഷൻസ് വേണം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു റാങ്ക് ഫയൽ മാത്രം പഠിച്ചതുകൊണ്ട് ആരും പാസ്സാവില്ല. പക്ഷെ റാങ്ക് ഫയൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ റെഫർ ചെയ്യാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിലുണ്ടെങ്കിൽ റെഫർ ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ പോയിന്റ്സ് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. റാങ്ക് ഫയൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് എന്നാണ് നമ്മളവിടെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് PSC ബുള്ളറ്റിൻ ആണ്. അപ്പം എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, PSCയുടെ എന്താ പറയുക ഒരു വാർഷികത്തോടനുബന്ധിച്ചുള്ള ബുള്ളറ്റിൻ, ഇതെല്ലാം ഈ ബുള്ളറ്റിനൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ ഇനി മുതൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതൊക്കെ വെബ്സൈറ്റിൽ കയറിയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ PSC ബുള്ളറ്റിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് അത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചധികം ചോദ്യങ്ങൾ വരും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് കേരള ചരിത്രം, റിനൈസൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് PSC ബുള്ളറ്റിൻ നിങ്ങൾ ഫോളോ ചെയ്യണം. അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ അവസാന വാക്ക്. SCERTയും PSC ബുള്ളറ്റിനും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം സ്റ്റഡി മെറ്റീരിയൽസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും അതിന് ആ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ കുറച്ചധികം നാളുകളായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏത് ഭാഗത്തു നിന്ന് വരുന്നു, അതിൽ നിന്നും എന്ത് ഒരു ലെവല് കൂട്ടി പഠിക്കാം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് പറഞ്ഞപ്പം എന്തൊക്കെ പറഞ്ഞു? PSC ബുള്ളറ്റിൻ പറഞ്ഞു, അതുപോലെ തന്നെ SCERT, NCERT പാഠപുസ്തകങ്ങൾ, റാങ്ക് ഫയൽ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അതോടൊപ്പം തന്നെയാണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിന് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറാണ്. നിങ്ങളുടെ ഏത് PSC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ന്യൂസ് പേപ്പർ വായിച്ചു പോകണം. കാരണം കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊരു സിസ്റ്റം കുട്ടികൾ ഫോളോ ചെയ്യുമായിരുന്നു. കറണ്ട് അഫയേഴ്സ് പരീക്ഷ എടുക്കുമ്പോൾ ഒരു മാഗസിൻ, ഏതെങ്കിലും ഒരു പബ്ലിക്കേഷന്റെ മാഗസിൻ വായിച്ച് ഇങ്ങനെ നമ്മൾ പഠിച്ചു പോകും. പക്ഷെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ അതിലും എളുപ്പം ന്യൂസ് പേപ്പർ തന്നെയാണ്. കാരണം ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടും. ഇതിനെക്കുറിച്ച് അന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ലിങ്ക് ചെയ്ത് ഓർക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ റിസോഴ്സ് മെറ്റീരിയൽസിൽ, സ്റ്റഡി മെറ്റീരിയൽസിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം കറണ്ട് അഫയേഴ്സിൽ പത്രം തന്നെയാണ്. അപ്പം നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഒരു ടെലഗ്രാം ചാനലുണ്ട്, സ്റ്റഡി കറണ്ട് അഫയേഴ്സ് വിത്ത് ആശ മാം എന്ന് പറയുന്ന ഒരു ചാനൽ. ആ ചാനൽ ഞങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കറണ്ട് അഫയേഴ്സ് പത്ര കട്ടിങ്ങിനെ ബേസ് ചെയ്ത് തന്നെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നാലാമതൊരു കാര്യം, അത് ബിഗിനേഴ്സിനായാലും ആർക്കായാലും വരാൻ പോകുന്നത് ഒരു വിഡ്രോവൽ ഘട്ടം നമുക്കിതിൽ വരും. അതായത് നമ്മൾ ഇതെല്ലാം കളക്ട് ചെയ്തു, നമ്മൾ പഠിച്ചു പോകുന്നു, നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, നമ്മൾ പഠിച്ചു തുടങ്ങി പരീക്ഷകൾ എഴുതി തുടങ്ങുമ്പോൾ എന്ത് പറ്റും? നമുക്ക് മാർക്ക് കിട്ടുന്നില്ല, അല്ലെ? നമുക്കിത് ശരിയാവില്ല, ഇത് പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടം, അത് ഏത് കുട്ടിക്കും, ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്കാണെങ്കിൽ പോലും പഠനത്തിന്റെ ഒരു ഘട്ടത്തിൽ വിഡ്രോവൽ സ്റ്റേജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഓക്കെ, അത് ഓവർകം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പല ഘട്ടങ്ങളിലും തോന്നും ഇല്ല ഇത് പറ്റില്ല, തീർച്ചയായിട്ടും തോന്നും, മനുഷ്യ സഹജമാണ്. പക്ഷെ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും അതിനെ ഓവർകം ചെയ്യുക. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്ട്രാക്ട് ആവുക, എന്തെങ്കിലും മറ്റൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒരു സിനിമ കാണുക, അല്ലെങ്കിൽ ഇഷ്ടഭക്ഷണം കഴിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പക്ഷെ തിരിച്ച് പഠനത്തിലേക്ക് വരിക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നിങ്ങളവിടെ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ വിഡ്രോവൽ വന്നു, ശരി ടാറ്റ ബൈ ബൈ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഇത് സാധ്യമാവില്ല. സോ വിഡ്രോവൽ എന്തായാലും നിങ്ങളുടെ പഠനത്തിൽ ഉണ്ടാവും. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ആൻഡ് ലാസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് മോഡൽ എക്സാംസ് ചെയ്തു നോക്കുക എന്നുള്ളതാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടല്ല നമ്മൾ ഒരിക്കലും മോഡൽ എക്സാം ചെയ്യുന്നത്. അത് തെറ്റായ സ്ട്രാറ്റജിയാണ്. ഇപ്പം ഏതൊരു എക്സാമിനും നമ്മൾ കുട്ടികൾക്ക് മോഡൽ എക്സാം കൊടുക്കും, മിസ്സേ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴേ എന്തിനാ അത് എന്നൊക്കെ ചോദിക്കും. അല്ല, നിങ്ങൾ ആദ്യമേ മോഡൽ എക്സാം എഴുതണം. തെറ്റിക്കോട്ടെ ശരിയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മാർക്ക് എത്രയോ ആയിക്കോട്ടെ, പക്ഷെ ഓരോ ക്വസ്റ്റ്യനും വായിച്ച് ടൈം മാനേജ് ചെയ്ത് നിങ്ങൾ ചെയ്യണം. ചെയ്താൽ മാത്രം പോരാ, എന്തുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് തെറ്റായി, അതിന്റെ ശരി ഉത്തരം എന്താണ് എന്നും കൂടി നിങ്ങൾ ഒരു കുറച്ച് സമയം ഒരു മോഡൽ എക്സാമിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങളുടെ പഠനത്തിന്, നിങ്ങൾ അറിയില്ല, ആ പഠനം കറക്റ്റ് ട്രാക്കിലേക്ക് നിങ്ങളുടെ മോഡൽ എക്സാം കൊണ്ടുപോകും. അതാണ് അതിൻ്റെ ഒരു
ഏറ്റവും വലിയ സത്യം. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് മോഡൽ എക്സാം. പക്ഷേ ഈ മോഡൽ എക്സാം കൃത്യമായിട്ടുള്ള എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്യുന്ന മോഡൽ എക്സാം ആയിരിക്കണം. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആവരുത്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പലയിടത്തും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്കതിൽ കിട്ടില്ല. സോ മോഡൽ എക്സാം എന്ന് പറയുന്നത് ഈ PYQനെ ബേസ് ചെയ്ത് നല്ല എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്യുന്ന മോഡൽ എക്സാംസ് ആയിരിക്കണം. സോ ഈ ഒരു 5 സ്ട്രാറ്റജി നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്താൻ പറ്റും. അതിൽ ഒരു സംശയവും വേണ്ട. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 സ്ട്രാറ്റജി തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ എക്സ്ട്രാ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന വിഡ്രോവൽ സ്റ്റേജ് പലർക്കും പല സമയങ്ങളിൽ ഉണ്ടാവുന്നതാണ്, അല്ലെ? സോ ഈ ഒരു വിഡ്രോവൽ സ്റ്റേജിലേക്ക് അവരെ എത്തിക്കാതെ പഠനത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഞങ്ങൾ മെന്റേഴ്സിന്റെ ഉത്തരവാദിത്വമാണ്. അവിടെ ഞങ്ങളുടെ മെന്റേഴ്സ് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവരെ വിളിച്ച് മാർക്ക് കുറയുമ്പോൾ വഴക്ക് പറഞ്ഞ് ഒക്കെ തിരിച്ച് കൊണ്ടുവരാൻ എപ്പോഴും നമ്മുടെ മെന്റേഴ്സ് കൂടെ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാ പ്രാവശ്യത്തെയും പോലെ CCയെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഏറ്റവും നല്ല റിസൾട്ടോട് കൂടി ഇപ്രാവശ്യവും ഞങ്ങളുടെ കുട്ടികൾ ഉണ്ടാവും ഈ ഒരു മത്സര വേദിയിൽ. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വരാം. നമ്മളുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ ബാച്ചാണ് ഞങ്ങളിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ചാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ടോപ്പർ സ്ട്രാറ്റജി അറിഞ്ഞാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കേണ്ടതും കൂടിയാണ്. സോ ഡെഫിനറ്റ്ലി പ്രാവർത്തികമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ച് അറിയാൻ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. സോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.